നമുക്കിനി സ്പാനിഷ് ഡിനൈലിൻ്റെയൊക്കെ അതേ ടേസ്റ്റുള്ള എന്നാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഞാനൊരു 3/4 കപ്പോളം ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ നിറച്ചെന്നെ ബൂസ്റ്റും 2-3 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്കും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇനി വേറൊരു ബൗളിലോട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. നിങ്ങൾ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾ എത്രത്തോളം പുഡിങ് ഉണ്ടാക്കുന്നോ നിങ്ങളുടെ പുഡിങ് ട്രേൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2-3 ടേബിൾ സ്പൂൺ തന്നെ മിൽക്ക് മെയ്ഡും അതുപോലെ 2-3 ടേബിൾ സ്പൂണ് ബൂസ്റ്റും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ എല്ലാം ചേർത്തത് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനുള്ള പുഡിംഗ് ട്രേ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ല മിൽക്ക്, അതിലോട്ട് സൈഡൊക്കെ കട്ട് ചെയ്തെടുത്ത ബ്രെഡ് നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്തിട്ട് പുഡിംഗ് ട്രേയിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു ക്രീമും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ബൂസ്റ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചെറിയ 10 രൂപേൻ്റെയൊക്കെ പാക്കറ്റൊക്കെ കിട്ടുന്നില്ലേ, അങ്ങനത്തെ 2-3 പാക്കറ്റ് വാങ്ങിച്ചാൽ മതി കേട്ടോ. വേഗം തന്നെ റെഡിയാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സോ അല്ലെങ്കിൽ ചോക്ലേറ്റോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചോക്കോ ചിപ്സാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മറ്റുള്ള മിൽക്ക് ചോക്ലേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നട്ട്സിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ഇങ്ങനെ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡ് ആ ഒരു പാലിൽ കുതിർത്തിട്ട് വെക്കുക. എന്നിട്ട് വീണ്ടും ക്രീം വെച്ച് കൊടുക്കുക. ഇതുപോലെ ചോക്കോ ചിപ്സൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ, അടിപൊളി ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.